കോഴിക്കോട് എളേറ്റിൽ പന്നൂർ പ്രദേശങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 8 പേരെ തെരുവുനായ കടിച്ചു. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു സ്ഥലമാണോ ഇത്? ഈ പരിക്കേറ്റവരുടെയൊക്കെ സ്ഥിതി എന്താണ് വിവരങ്ങൾ? വേണു, ഈ മേഖല വലിയ രീതിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായ ഒരു മേഖല തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളൊക്കെ തന്നെ പരാതി നൽകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അവിടെയുള്ള മലിനീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നുള്ള ആ പരാതിയൊക്കെ ഉണ്ട്. എങ്കിലും അതിനൊരു നടപടി കാര്യമായ രീതിയിൽ ഉണ്ടാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്കാണ് കടിയേറ്റിരിക്കുന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ആദ്യം 63-കാരിയായിട്ടുള്ള ഖദീജ എന്ന ഒരു പ്രായമായ സ്ത്രീയാണ് കടിച്ചത്. അവരുടെ കൈപ്പത്തി ഉൾപ്പെടെ കടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിറകെ ആയിക്കൊണ്ടാണ് ഈ പേപ്പട്ടി ഇവിടെ നിന്ന് ഓടിപ്പോവുകയും പിന്നീട് 3 കുട്ടികളെ തുടർച്ചയായിട്ട് കടിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. 2.5 വയസ്സുകാരൻ, 3 വയസ്സുകാരൻ, 7 വയസ്സുകാരൻ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഈ 8 പേരെയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 2 പേർക്ക് പ്രാഥമിക ചികിത്സ നൽകി അവരെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. മറ്റ് 6 പേർ ഇപ്പോഴും ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത്. അതിൽ പുലിവലത്തിൽ റഫീഖിൻ്റെ മകനായിട്ടുള്ള കുട്ടിയാണ് 3.5 വയസ്സുകാരൻ. ഒപ്പം തന്നെ തറവൽ അബ്ദുറഹിമാൻ മുസ്ലിയാരുടെ കൊച്ചുമകനാണ് 2.5 വയസ്സുള്ള കുട്ടി. കൂടാതെ ചോലയിൽ ഷമീറിൻ്റെ മകൻ ആദം എന്ന 7 വയസ്സുകാരൻ. ഇങ്ങനെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള 8 പേർക്കാണ് ഗുരുതരമായിക്കൊണ്ട് കടിയേറ്റിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഈ പ്രദേശവാസികളെല്ലാം തന്നെ ചേർന്നുകൊണ്ട് ആ പട്ടിയെ തല്ലിക്കുന്നു എന്നുള്ള ഒരു താൽക്കാലിക ആശ്വാസമായ ഒരു കാര്യം കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. എന്തായാലും പ്രദേശത്ത് പേപ്പട്ടി ശല്യം രൂക്ഷമാണ്. വലിയൊരു ആശങ്കയിൽ തന്നെയാണ് പ്രദേശവാസികളുള്ളത്. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.